Hi. Welcome to my YouTube channel, Renya's Family Vlog. First okay. അതന്നെ രമ്യാസ് ഫാമിലി വ്ലോഗ് ആകുമ്പോൾ രമ്യനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ നാള് കൊണ്ട് നമ്മള് കുറെ നാളല്ല ഒരു 2 മാസം അടുപ്പിച്ചായി നമ്മള് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത്ര ലേറ്റ് ആയി പോയി. ഓക്കെ. എന്നുവെച്ചാ നമ്മളിപ്പോ 10K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഒരു എന്താ പറയാ, അത് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഇറക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയോ ഞങ്ങളുടെ ഫാമിലിയെ പറ്റിയോ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി നാളായി. ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്നല്ല, നമ്മള് ചില വീഡിയോസിലൊക്കെ എല്ലാരെ പറ്റി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഫാമിലി ഓരോരുത്തര് എന്തൊക്കെ ചെയ്യുന്നു, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ. അപ്പോ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാണ്, താങ്ക് യു 10K സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നതിന്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഫാമിലി വ്ളോഗ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് ഞങ്ങൾ കരുതാണ്. കാരണം ഞങ്ങളുടെ ഒരു ചെറിയ ഫാമിലി വ്ളോഗില് ലോങ് വീഡിയോസ് വളരെ കുറവാണ്. കാരണം ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനിടയിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പം സമയപരിധി കാരണം പല വീഡിയോസും ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. ഷോർട്സ് ആണ് കൂടുതലും ഞങ്ങൾ ഇടാറുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഷോർട്സ് വരുന്നത് വെയിറ്റ് ചെയ്തിരുന്നു കണ്ട് കമന്റ് ഇടാനും പിന്നെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സോ ഒരുപാട് താങ്ക് യു 10K സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ചതിന്. മാത്രമല്ല ഇപ്പൊ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, നമ്മുടെ ഒരു ഫാമിലി നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവിടെ ഇരിക്കുന്ന ഈ മുഖങ്ങളെ ഒന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവരും അറിയാം. കാരണം നമ്മുടെ എല്ലാ വീഡിയോസിലും എല്ലാവരും വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഒരാളിന്റെ കുറവ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിപ്പട്ടാളം ഉണ്ടായിരുന്നു. അവരിപ്പം ചെറുതായിട്ടൊന്ന് പെണ്ണുങ്ങി മാറിയിരിക്കണം. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ വീഡിയോ എടുക്കാനുള്ള എന്താ പറയാ ഒരു ദേഷ്യമായിരുന്നതോട് ആൾക്ക് പിണങ്ങി അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് വരും, എന്തായാലും വരും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് അത് കാണാൻ പറ്റും. ഇപ്പൊ തൽക്കാലം മാറിയിരിക്കുകയാണ്. സോ ബാക്കിയുള്ളവരെ നമുക്ക് പരിചയപ്പെടാം. ഇത് പപ്പയാണ്, പപ്പയാണ്. പപ്പയുടെ പേര് വിജയകുമാർ എന്നാണ്. ഞങ്ങള് താമസിക്കുന്നത് കാഞ്ഞിരംകുളത്താണ്. പപ്പ ഫ്ലോർ വർക്കിന്റെ കോൺട്രാക്ടർ ആയിരുന്നു. ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫിലാണ്. റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ പോരാ, OTT-ക്കകത്താണ് ഫുൾ ടൈം. OTT-ക്കകത്തിന് വല്ല സിനിമകള് എന്തെങ്കിലും ഇനി കാണാതെ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും സജീവമായി പ്രവർത്തിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള അതെ. അടുത്തതായിട്ട് അമ്മയാണ്. അമ്മ മേരി സെൻ എന്നാണ് അമ്മയുടെ പേര്. അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് പപ്പയുടെ കാര്യത്തിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ഇന്നത്തെ ഒരു സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടും നമുക്കിപ്പോ വീഡിയോസ് ചെയ്യുന്നതിൽ ഒരുപാട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ അതില് ഇപ്പൊ എന്താ പറയാ, പല ആൾക്കാർക്കും അതിൽ കുറെ പറയുന്നതിൽ അവർക്കൊരു എന്താ പറയാ ഒരു ചമ്മലും, അതിലിങ്ങനെ ഒരു ക്യാമറ ഫിയർ, പിന്നെ എല്ലാവരുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും പറയും, ഇപ്പൊ ഡാൻസ് കളിക്കാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതില് നമ്മുടെ കൂടെ നമ്മളിപ്പോ ഇങ്ങനെ ഒരു നമ്മളെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും രമ്യ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയ ഈ ഒരു എന്താണ് ഈ ഒരു സംരംഭം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ഒരു ചാനലിന് ഇപ്പൊ എന്താ പറയാ ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് പപ്പയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം. അപ്പൊ അത് നമുക്ക് എത്ര എടുത്തു പറഞ്ഞാലും എന്താ പറയാ അതില് നന്ദി പറയുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ അത് നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പപ്പയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് എല്ലാ തരത്തിലും. നമ്മുടെ ആദ്യത്തെ വീഡിയോസ് കണ്ടാൽ അറിയാം, അമ്മയേക്കാൾ കൂടുതൽ വീഡിയോസ് വന്നിട്ടുള്ളത് പപ്പയാണ്.
ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നത് പപ്പ തന്നെയാണ്. ആ ഒരു ഡബ് സ്മാഷിലെല്ലാം എന്തെങ്കിലും ഒരു ക്യാരക്ടർ, വെറൈറ്റി ആയിട്ടുള്ള പഴയ പഴയ ക്യാരക്ടേഴ്സ്. ഇപ്പൊ ചില കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ അടുത്ത് ഏത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ പഴയ ഏതെങ്കിലും സിനിമയുടെ പേര് പറഞ്ഞ് തന്നിട്ട് അതിലൊന്ന് ചെയ്യാൻ ആ ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസരത്തിൽ. ഓക്കെ, അടുത്ത അമ്മയുടെ ഞാൻ പറഞ്ഞല്ലോ, മേരിസൺ എന്നാണ് പേര്. അമ്മ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് HDFC ലൈഫില്. പിന്നെ അമ്മ യൂട്യൂബ് ചാനലിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാന് അത്രത്തോളം ബിൽഡപ്പ് ഒന്നും വേണ്ട, ചെറിയൊരു ഇൻഷുറൻസ് ഏജന്റ് എന്നും പറയാം. ഇൻഷുറൻസ് അത് വലിയ ആളൊന്നല്ല, ചെറിയ ഇൻഷുറൻസ് അങ്ങനെ പറയും. പിന്നെ യൂട്യൂബ് ചാനൽ സംബന്ധിച്ച് പുള്ളിക്കാരി HDFC ലൈഫിൽ വർക്ക് ചെയ്യുവാണ്. ലൈക്ക് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് അങ്ങനത്തെ രീതിയിലുള്ള ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ സമീപിക്കാം. നമ്മൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൂടെ കൊടുക്കാം. താങ്ക് യു എന്ന് പറഞ്ഞ് വിളിച്ച് ശല്യം ചെയ്തത്. ഓക്കെ, അപ്പൊ അതൊരു ശല്യമല്ല, ആയിക്കോട്ടെ. ഒഫീഷ്യൽ നമ്പർ കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ അമ്മയും യൂട്യൂബ് ചാനലിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോ കുറച്ച് നാളായിട്ട് എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ ആരും വരുന്നില്ല എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്ന സമയത്ത് അമ്മയാണ് കൂടെ ഡാൻസ് കളിക്കുന്നത്. ചിലപ്പോ പറ്റാത്ത സ്റ്റെപ്പ് ആയിരിക്കും, എന്നാലും കൂടെ നിൽക്കും. അങ്ങനെയാണ് അമ്മ എന്ന് പറയുന്നത്. പിന്നെ അമ്മയെ വെച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി എന്റെ ലൈഫിലും ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയായിട്ടല്ല, ഒരു ഫ്രണ്ട് ആയിട്ടാണ് എനിക്ക് അമ്മയുടെ. സോ അത് എന്താ പറയാ, ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ഫാമിലിക്കകത്ത് എനിക്ക് വരാൻ പറ്റി, ഇങ്ങനെ ഒരു ഫാമിലിയെ കിട്ടി, അതുപോലെ ഇങ്ങനെ ഒരു അമ്മയെ കിട്ടി. സോ അതില് ഞാൻ എന്താ പറയാ, ഒരുപാട് സന്തോഷവതിയാണ്. സോ കൂടുതൽ പറഞ്ഞ് ഇമോഷനിലൊക്കെ ഞാൻ പോകുന്നില്ല. ഇത് നാളെ തന്നെ അടിച്ചു പിരി. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. വിജയന്റെ പേര് അഖിൽകുമാർ എന്നാണ്. വിജയൻ ടെക്നോ പാർക്കിലൊരു കമ്പനിയില് HR ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ പേര് രമ്യ. ഞാന് എന്താ പറയാ, അക്കൗണ്ട്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയിൽ തന്നെ അക്കൗണ്ട്സ് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഞങ്ങൾ രണ്ടുപേരും എന്റെ ആഗ്രഹപ്രകാരം തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ സന്തോഷം വലുതാണ്. കാരണം ഇവിടെ നിന്നൊരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അറിയാലോ, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവർ കൂടുതലും എന്നെക്കാളും പറയുന്നത് ഇച്ചാനെ പറ്റിയാണ്, കോസ്റ്റ്യൂമിനെ പറ്റിയും മേക്കപ്പിനെ പറ്റിയൊക്കെയാണ് എന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാറ്. ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോ ഇച്ചാനും ഒരുപാട് താങ്ക്സ് പറയുന്നു, ഇത്രയും സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളം ഹേനു ബേബി, നമ്മളെപ്പോഴും ഹേനു ബേബി എന്നാണ് അവനെ വിളിക്കാറ്. ഞാൻ വീഡിയോസിലും ആ പേരാണ് പറയുന്നത്. ഹെനുവിന്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് ഹെയ്സൺ എന്നാണ്. പ്രികെജിയിലാണ് പഠിക്കുന്നത്, ക്രൈസ്റ്റ് പഠിക്കുന്നത്. അപ്പോ ഇന്നും സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം വന്നപ്പോ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള സമയമായപ്പോഴത്തേക്ക് അവിടെ പോയി. സോ ഇപ്പൊ തന്നെ മാറിയിരിക്കുന്നത്. നമ്മളിപ്പം പേരൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ആശാൻ എപ്പോഴാണ് ഇങ്ങോട്ട് കയറുന്നത്. ഓക്കെ, അപ്പം ഇത്രയുള്ളൂ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ ഫാമിലി എന്ന് പറയുന്നത് ഇതിലൊതുങ്ങുന്നതല്ല. ഞാൻ വന്നതിന് ശേഷം വന്നൊരു ഞങ്ങൾ നാലടങ്ങുന്ന ഫാമിലി. ഞങ്ങളുടെ പേഴ്സണൽ ഫാമിലി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇച്ചാന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ. ഇച്ചാന് ബ്രദറാണുള്ളത് അല്ലേ? അങ്ങനെ ഓക്കെ. അപ്പോ ഇപ്പോ ഈ പറയുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഇപ്പൊ ഹെയ്നു അടങ്ങുന്ന ഈ ഒരു ചെറിയ ഫാമിലിയായി. ഇപ്പൊ ഇതിൽ പറയുമ്പോ ഇപ്പൊ എനിക്ക് ഒരു ചേട്ടനും കൂടെയാ ഉള്ളത്. അപ്പൊ പുള്ളി ഓൾറെഡി മാരീഡ് ആണ്, ഒരു കുഞ്ഞൂടെ ഉണ്ട്. അപ്പൊ അവര് നേരത്തെ അവരിപ്പോ കറന്റ് UK സെറ്റിൽഡ് ആണ്. അവരോട് വന്നിട്ടുള്ള വീഡിയോസിൽ നമ്മൾ അന്നൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പപ്പയ്ക്ക് അമ്മയ്ക്കും ഉള്ളത്. പിന്നെയാണ് ഇവര് ആരാണ് ഇപ്പൊ രമ്യ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന് മുന്നേ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു അത്രയും ആൾക്കാരാണ് നമ്മുടെ ഒരു ഫാമിലിയിൽ വരുന്നത്. ഇപ്പൊ കറന്റ്ലി ഇത്രയും പേര് മാത്രമേ നാട്ടിലുള്ളൂ. ഇപ്പോഴും അവര് എന്താ പറയാ, അവര് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പാൻഡ് ആവുന്നുള്ളൂ ഫാമിലിയില്. അതുപോലെ രമ്യയുടെ ഇതില് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്കും ബ്രദർ തന്നെയാണ്, അത് ചേട്ടനും തന്നെയാണ്. ചേട്ടനും പപ്പയും
ചേച്ചിയും ഒരു മോളും അടങ്ങുന്നതാണ് എന്റെ ഫാമിലി എന്ന് പറയുന്നത്. അമ്മ ഒരു ചേച്ചി എന്ന് പറയുമ്പോൾ അമ്മ ഒരു 3 years മുന്നേ മരിച്ചുപോയി. അപ്പം പപ്പയുണ്ട്, പപ്പ കൂടെയുണ്ട്. അപ്പം അവരൊരുമിച്ചാണ്. ഞങ്ങളുടെ വീഡിയോസിൽ വന്നിട്ടുണ്ട്. അന്നേരം നമ്മള് വീഡിയോസിന്റെ ബർത്ത്ഡേ വീഡിയോ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൂടുതൽ പേരും നമ്മുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ട്. അവരെയും എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതെ, ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും നമ്മളെ പല വീഡിയോസിലും വന്ന് പറഞ്ഞു പോയിട്ടുള്ള മുഖങ്ങൾ തന്നെയാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ കേസിന് ചേട്ടനും UK വന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ വീഡിയോസ് എടുക്കാൻ അവരെ കിട്ടുന്നില്ലല്ലോ. ജസ്റ്റ് ഒരു മാസത്തെ ലീവിനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാറുണ്ടായിരുന്നു. കൂടുതൽ വീഡിയോസ് എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് എന്തായാലും ഒരു നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ നല്ലൊരു വ്ളോഗ് ചെയ്യുന്നതാണ്. അവരോടൊപ്പമുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും. മിക്ക വീഡിയോയിലും അവരുടെ സാന്നിധ്യം ഉണ്ട്. അതെ അതെ, പക്ഷെ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇപ്പം എന്റെ നാത്തൂനല്ലേ, ചേച്ചി, ഞാൻ ചേച്ചീനെ വിളിക്കും, നാത്തൂനെന്ന് അങ്ങനെ പറയാറില്ല. ചേച്ചിയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ചില വീഡിയോസിന് നല്ല നല്ല കമന്റ്സുകൾ പറയാറുണ്ട്, പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി. ചേട്ടന് പിന്നെ സമയം കിട്ടാറില്ല. പൊതുവെ വിളി തന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ടൈം അനുസരിച്ച് വിളി തന്നെ വളരെ പെട്ടെന്ന് വിളിക്കാൻ പറ്റത്തില്ല, അങ്ങനെ സിറ്റുവേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്താ വീഡിയോയിലൂടെ ഫാമിലിന്റെ വീഡിയോസ് എല്ലാം നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട് വീഡിയോസിനെ പറ്റിയൊക്കെ. അപ്പോ അങ്ങനെയാണ് അവരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഫാമിലി നമ്മളിപ്പോ പറഞ്ഞ എല്ലാ ആൾക്കാരും ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഇപ്പോ 1.5 വർഷമായിരുന്നു നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതെ അതെ, 1.5 വർഷം കഴിഞ്ഞു. അതെ, 1.5 വർഷം കൊണ്ടും എന്താ പറയാ, പല ചാനലുകളും തുടക്കത്തിലുള്ള ഒരു ആവേശം അത് പെട്ടെന്ന് ഇത് ചെയ്യാറില്ല. അത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് കംപ്ലീറ്റ് ആയി പോകാറുണ്ട്, എന്താണ് സ്റ്റോപ്പ് ആയി പോകാറുണ്ട്. പക്ഷെ നമുക്കിപ്പോ ഈ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു ചാനൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ്. സപ്പോർട്ട് മാത്രമൊന്നുമല്ല, സജഷൻസ് പറയാറുണ്ട്, പിന്നെ അതിൽ ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെ കൊണ്ടുവരണമെന്ന് പറയാറുണ്ട്. പല കാര്യം നമ്മളിപ്പോ ചില വീഡിയോസിൽ തന്നെ നമ്മൾ ചിലപ്പോ എന്താണ് ഇപ്പൊ ആദ്യമൊക്കെ എടുത്ത വീഡിയോസിൽ ഈ ക്യാമറയൊക്കെ ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ അത് എങ്ങനെ ഷെയ്ക്ക് ഇല്ലാണ്ട് എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് സജഷൻസ് പറഞ്ഞു തന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കമന്റ് ആയിട്ട് സജഷൻസും കാര്യങ്ങളും ഇങ്ങനെ കുറച്ച് കാര്യം ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ അവരെല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഒരു എന്താ പറയാ, അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇത് എന്താ പറയാ, നമ്മൾ ഭയങ്കര എന്താ പറയാ വലിയൊരു ചാനലാണ്, വലിയ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലൊന്നും പറയുന്നത്. പക്ഷെ ഈ ഒരു 10K എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ചെറിയ നമ്പർ അല്ല. ഈ ഒരു എന്താ പറയാ, നമ്മൾ ഇത്രയും ഒരു ചാനൽ അതെ, ഈ ഒരു കൊച്ചു ചാനലില് ഈ ഒരു 10K സബ്സ്ക്രൈബർ 10,000 ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അത് എന്താ പറയാ, അവരെല്ലാവർക്കും നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ നമ്മളൊരു എന്താ പറയാ താങ്ക്സ് പറയുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും സൈഡിൽ. നല്ല രീതിയിൽ 10,000 പേര് 20,000 പേരാകട്ടെ വളരട്ടെ എന്നുള്ള രീതിയിൽ. അതുപോലെ ഞങ്ങള് വേളാങ്കണ്ണിയിൽ പോയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് പല ആൾക്കാരും ഇനി നിങ്ങൾ എന്നാണ് വേളാങ്കണ്ണി പോവുക, ഇനി അടുത്ത വ്ലോഗ് എന്നാണ് വരിക എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു വേളാങ്കണ്ണി സീരീസ് ആയിട്ട് അതൊരു 1-2 സീരീസ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഞങ്ങള് ആക്ച്വലി വേളാങ്കണ്ണി വീഡിയോ 2 പ്രാവശ്യം ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ വേളാങ്കണ്ണി പോകുന്ന ആൾക്കാരാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് വേളാങ്കണ്ണി ആദ്യമായിട്ട് പോയത്. പക്ഷെ ആ സമയത്ത് യൂട്യൂബ് ഒന്നും ഇല്ല. എനിക്ക് യൂട്യൂബ് ചാനൽ അപ്പൊ യൂട്യൂബ് ഇല്ല, നല്ല യൂട്യൂബ് ഇപ്പൊ അതായിരിക്കും അടുത്ത കമന്റ്. അല്ല, എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ല. സോ അതുകൊണ്ട് ഞാൻ അന്ന് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ 2 വർഷമായിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ കണ്ടിന്യൂസ് യൂട്യൂബ് വേളാങ്കണ്ണി വീഡിയോ വരുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വീഡിയോനെക്കാളും വ്യൂസ് കുറവായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതിനേക്കാൾ സപ്പോർട്ടായിരുന്നു സെക്കൻഡ് വീഡിയോ. കാരണം പുതിയ അപ്ഡേഷൻസ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തിനിടയ്ക്ക് ഉണ്ടായ അപ്ഡേഷൻ എന്താണെന്നുള്ളത് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വെറൈറ്റി എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരേ ട്രിപ്പ് തന്നെ ആവർത്തിക്കുമ്പോൾ അത് അങ്ങനെ വരാറ്, എന്താ പറയാ, പുതിയ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം എന്നാൽ പോലും സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. നല്ലോണം എനിക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക്. ആ വീഡിയോയിൽ ഒരുപാട് കമന്റുകൾ പറഞ്ഞത് ഞങ്ങള് ഒരു മിസ്റ്റേക്ക് അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മിസ്റ്റേക്ക് തിരുത്തി തന്ന ആൾക്കാരുണ്ട്. അത് മാത്രമല്ല അതില് കൂടുതൽ നമുക്ക് കമന്റ് വന്നതെന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു റോഡ് ട്രിപ്പ് ആയിട്ട് പോകുന്നത് പോലെ തന്നെ ഒത്തിരി ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് അവരുടെ ഓൺ കാറിൽ റോഡ് ട്രിപ്പ് ആയിട്ട് ഈ ഒരു വേളാങ്കണ്ണിയിലേക്ക് പോവുക എന്നുള്ളത്. ലൈക്ക്
ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഈ വേളാങ്കണ്ണി ക്രിസ്ത്യൻസ് എന്ന് മാത്രമല്ല പല ആൾക്കാരും ഇതിലോട്ട് പോകുന്നുണ്ട്. വേളാങ്കണ്ണിയിലോട്ട് പോകുന്നത് ഈ ഒരു റോഡ് ട്രിപ്പായിട്ട് പോകുന്നത് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ പല ആൾക്കാർക്കും ഈ പറയുന്ന റൂട്ട് അതുപോലെ തന്നെ എന്താ പറയാ ഈ ഡ്രൈവിംഗിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലായ്മ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചിലർ മടിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു നമ്മുടെ വീഡിയോസിൽ ഇപ്പം എന്താ പറയാ നമ്മളെ പോലുള്ള ഒരു ഫാമിലിക്ക് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ പലർക്കും ആ രീതിയിൽ പോകാൻ പറ്റും എന്നുള്ളതിൽ കുറെ സജഷൻസ് എന്നല്ല കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് റൂട്ട് എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് പെട്രോൾ എക്സ്പെൻസ് ആവുക, അങ്ങനെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ആ വീഡിയോസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെ, റൂമിന്റെ റേറ്റ് കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം നമുക്ക് ഇപ്പൊ എന്താ പറയാ നമ്മൾ ഈ ഒരു കൊച്ചു ചാനലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മള് സബ്സ്ക്രൈബേഴ്സ് വരുന്ന എല്ലാ കമന്റ്സിനും നമുക്ക് കമന്റ് ചെയ്യാറുണ്ട്, നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട് മാക്സിമം. അതെ, ഇപ്പൊ റിപ്ലൈ കുറച്ചെന്തെങ്കിലും ഡിലേ ആവുന്നു, ഇപ്പൊ മേ ബി മോർണിംഗ് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിലായിരിക്കും ആവട്ടെ. ഇപ്പൊ കൂടുതലായിട്ടും ചാനലിന്റെ ആ ഒരു അനലിറ്റിക്സും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന രമ്യ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഡിലേ ആവുന്ന സമയത്ത് മാത്രമാണ്. എന്നാലും നമ്മൾ സെയിം ഡേയിൽ തന്നെ എല്ലാ ആൾക്കാർക്കും മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. കാരണം മാക്സിമം എന്ന് പറയാൻ ഇപ്പൊ ഈ പറയുന്ന നമുക്ക് 1 ലക്ഷം 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെല്ലാം കമന്റ് ചെയ്യണ്ടല്ലോ, റിപ്ലൈ ഉണ്ടല്ലോ. നമുക്ക് വരുന്ന ആ ഒരു കമന്റ്സിനെല്ലാം നമുക്ക് മാക്സിമം എന്താ പറയാ റിപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നമുക്കിവിടെ ഈ ഒരു കാഞ്ഞിരക്കുളം ലൊക്കേഷനിൽ വരുന്ന കുറെ ആൾക്കാർ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അവര് നമ്മള് പലയിടത്തും ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ അങ്ങൊക്കെ വെച്ച് കണ്ടിട്ട് എനിക്കൊന്ന് പല ആൾക്കാർ നമ്മളെ ഡയറക്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. മീറ്റ് ചെയ്യാതെ ചില ആൾക്കാര് നമുക്ക് അന്നത്തെ അന്നത്തെ വീഡിയോക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾ ഇന്ന് കണ്ടിരുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു ചെറിയ എന്താ പറയാ ചെറിയ ചാനലിൽ തന്നെ ഇത്ര ആൾക്കാരെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അറിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 1-2 സ്ഥലങ്ങളിലൊക്കെ പോയപ്പോഴും കല്യാണത്തിന് പോയ സമയത്തും ഒക്കെ ആ ആന്റി ഇത് വ്ളോഗ് ചെയ്യുന്ന ആന്റി അല്ലേ, ഈ ആന്റി ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് പരിചയപ്പെട്ടപ്പോൾ അതും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ 7ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് സജീവമായിട്ടുണ്ട്. അതിലുള്ള എല്ലാ അംഗങ്ങളും ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തായാലും ഒത്തിരി താങ്ക്സ് പറയുന്നു. മാത്രമല്ല അതെ, അമ്മയുടെ എടുത്തു പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ എന്താ പറയാ അമ്മയ്ക്ക് സജഷൻസ് കൊടുക്കുന്നതിലും അമ്മയുടെ ഈ ഒരു ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റി അവര് ഒരുപാട് സജഷൻസ് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അവർ ഈ പറയുന്നത് പോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അതും എന്താ പറയാ നമുക്ക് ഒരു കൈത്താങ്ങ് തന്നെയാണ്. ഇങ്ങനെ പല ആൾക്കാരുടെ ഒരു അറിയാലോ, ഒരു ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇപ്പൊ ലൈക്ക് ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ തന്നെ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു സ്വീകാര്യത മാത്രമേ ആ ഒരു ഫാമിലി വ്ളോഗ് എന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മുടെ പപ്പയുടെയും എന്റെയും 2 ഫാമിലിയിലും ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടെ ഓരോ വീഡിയോ വരുമ്പോഴും വൈകുന്നേരം ഇതിലിടുന്ന കമന്റ് പോയിട്ട് നമ്മളെ വിളിച്ച് പ്രത്യേകം അതെല്ലാം നല്ലൊരു കാര്യം തന്നെ. എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ പറയുന്നത് പോലെ പോസിറ്റീവ് മാത്രമല്ല, നമുക്ക് ഈ ചാനൽ തുടങ്ങിയ കാലം മുതലേ നെഗറ്റീവ്സും വരുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ ബോഡി ഷേമിംഗ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താണ് ഇവർ ഇതെന്താണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിലായാലും നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡും ഉണ്ടാവും. നെഗറ്റീവ് സൈഡ് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാവും. ഇപ്പൊ ഒരു ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അവർ നെഗറ്റീവ് ഉണ്ടാവും. അതെ, അപ്പൊ അത് നമുക്കുള്ള ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല. കാരണം അതെ കണ്ടിട്ടാണ് നമ്മൾ അടുത്ത് നല്ല ഇപ്പൊ ഇപ്പൊ നെഗറ്റീവില് ചിലപ്പോ നമുക്ക് ഈ പറയുന്നത് പോലെ നല്ലൊരു നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നേ വരെ ചിന്തിക്കാത്ത ഒരു കാര്യമായിരിക്കും. അപ്പൊ അത് നമുക്കിപ്പോ ഈ പറയുന്ന പോലെ തോൽവിയാണ് വിജയത്തിന്റെ ചവിട്ടുപടി എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞു തരണം, നമ്മളതിനെ അതെ അതെ അത് ശരിയാണ്. ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് വരുന്ന വീഴ്ചകളും പാളിച്ചകളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതെ കമന്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കൊണ്ടുവരാനായിട്ട്. കുഞ്ഞു ചാനലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. നമുക്കിങ്ങനെ 10K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചെറിയ ചാനലാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ചേഞ്ചുകൾ നമ്മൾ വരുത്താൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ വീഡിയോസിൽ. പിന്നെ ചില നമ്മൾ ട്രാവൽ വ്ളോഗ് ഇട്ട സമയത്ത് ഇനിയും കന്യാകുമാരി ട്രിപ്പ് ഇടാവുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. അതിനൊരു വലിയ സോറി പറയാണ്. ശരിക്കും പറഞ്ഞ കുറച്ച് തിരക്കായിപ്പോയി. ആ കമന്റ് വന്ന തൊട്ടടുത്ത മാസം തന്നെ എനിക്ക് കുറച്ച് ചെസ്റ്റ് ഇൻഫെക്ഷൻ കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റലായി. പിന്നെ ജാനുവരി മുതൽ കുറച്ച് തിരക്കായിപ്പോയി എല്ലാ വർക്കിലും
കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി. പക്ഷെ ഉറപ്പായിട്ടും ഉടൻ തന്നെ പ്രതീക്ഷിക്കും. വീഡിയോ ഞങ്ങൾ അതെ. ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ആ സബ്സ്ക്രൈബറിന് വേണ്ടി മാത്രമല്ല, നമ്മൾ പേഴ്സണലി നമ്മൾ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഞങ്ങൾ എന്തായാലും ട്രാവൽ ബ്ലോഗായിട്ടും വരുന്നതാണ്. അതെ, അതുപോലെ ആ ഒരു നെയിം മീറ്റിംഗ് ചാലഞ്ചിലും നമുക്ക് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നാല് ഇതിന് ഇനിയും കുറെ ആൾക്കാര് ഒരുപാട് പേര് പെൻഡിങ് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. നമ്മളത് ഏതായാലും ഇനി ഈ ഒരു വീഡിയോസിനിടയിൽ അങ്ങനത്തെ നമുക്ക് ആ ഒരു അതായത് ഉറപ്പായിട്ട് ആ നമ്മളെ പേര് സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഏതായാലും കംപ്ലീറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് അതിൽ കുറച്ച് പെൻഡിങ് ഉണ്ട്. നമുക്ക് അതും ഏതായാലും വരും വീഡിയോസിൽ ഇടയ്ക്കൊക്കെ അത് പ്രതീക്ഷിക്കും. അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇവിടെ ഒരു യാത്ര വെച്ചാലും നമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് മാത്രമാണ് പോകുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആരും പോകാറില്ല. ഇപ്പൊ എവിടെ പോയാലും മക്കള് പറയും പപ്പയും അമ്മയും ഇല്ലാതെ നമുക്ക് എന്തോന്ന് യാത്ര, എന്തോന്ന് ടൂറ്, അങ്ങനെയെങ്കിൽ വേണ്ട, ഞാൻ പോകുന്നില്ല. അപ്പൊ അവളായാലും പറയണത് അങ്ങനെ. മക്കളടുത്ത് ഞങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് പോകാം, നിങ്ങൾ പോയി കറങ്ങിയിട്ടൊക്കെ വരും. പക്ഷെ പിള്ളേര് പോകില്ല. പിള്ളേർ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരെപ്പോഴും പറയും പപ്പയും അമ്മയും ഇല്ലാതെ നമ്മൾ എവിടെയാണ് പോകുന്നത്, അങ്ങനെ ഒരു യാത്ര നമുക്ക് വേണ്ട. അവരുടെ ആ ഫാമിലി ട്രിപ്പ് പോയവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ആ ഒരു വൈബ് പിന്നെ വേറൊരിടത്ത് കിട്ടത്തില്ല. ഫ്രണ്ട്സിനോട് പോകുന്നത് വേറൊരു വൈബാണ്, നമ്മള് ഒറ്റയ്ക്ക് പോകുന്നത് വേറൊരു വൈബാണ്. സോ ഫാമിലി ആയിട്ട് പോകുന്നത് വേറൊരു ഫീൽ തന്നെയാണ്. സോ അതുകൊണ്ട് അല്ല, അത് പോയവർക്ക് ഏതായാലും അത് മനസ്സിലാവും. ഈ പറയുമ്പോ കാണുന്ന പല ആൾക്കാരും അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നവരുണ്ടാവും. എന്താ പറയാ, സ്ഥിരമായിട്ട് ആ രീതിയിൽ തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അത് മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഒരു എന്താ പറയാ ഫാമിലി വ്ലോഗിലോട്ട് വരുമ്പോഴും നമ്മളിപ്പോ അതിനുവേണ്ടി ചെയ്യുന്ന സമയത്ത് ഫാമിലി എന്നുള്ള ഒരു ഇതാണല്ലോ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെല്ലാ ആൾക്കാരും നമുക്ക് അത് ഉൾക്കൊള്ളിച്ചായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റും. എങ്കിൽ മാത്രമേ അതിന്റെ ഒരു പൂർണ്ണതയിലോട്ട് അത് എത്തത്തുള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഇനിയുള്ള വീഡിയോസിലായാലും, വീഡിയോസ് എന്നുള്ളതല്ല, ഞങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലായാലും ഞങ്ങൾ ആ ഒരു ഇതാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പൊ ആ ഒരു രീതി തന്നെ ആയിരിക്കും നമ്മൾ അതിൽ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ ചെറിയ പാളിച്ചകളും കാര്യങ്ങളും ഇനി, അതായത് ഓരോ പ്രാവശ്യം എന്തെങ്കിലും നെഗറ്റീവായിട്ട് കിട്ടുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നൊരു എന്താണ് ഒരു പാളിച്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്തായിരിക്കും നമ്മൾ ഏതായാലും നെക്സ്റ്റ് വീഡിയോസിലോട്ട് കൊണ്ടുവരിക. അപ്പോ ഈ പറയുന്നതുപോലെ എല്ലാവരും അതിലോട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനി മുന്നോട്ടുള്ള യാത്രയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ മുന്നോട്ട് ഞങ്ങളുടെ പ്രചോദനവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. തീർച്ചയായിട്ടും. അതെ, ഇനി എനിക്ക് തോന്നുന്നു അതെ ഇപ്പൊ എല്ലാ ആൾക്കാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലിയിൽ ഇപ്പൊ ഉള്ള ആൾക്കാരെയും, അതായത് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ വരുന്ന ആൾക്കാരെയും പറഞ്ഞു, ഈ വീഡിയോയ്ക്ക് പിന്നാമ്പുറത്തിൽ വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇനി ആ ഒരു ഈ പറയുന്നത് ലൈക്ക് നമ്മൾ രണ്ടുപേരും എങ്ങനെ ഈ ഒരു എന്താ പറയാ ജോയിന്റ് ആയി ഫാമിലി ആയി എന്നുള്ളത് വരുവാണെന്നുണ്ടെങ്കിലാണല്ലോ ഇതിന്റെ ഒരു പൂർണ്ണതയിലോട്ട് എത്തുന്നത്. അപ്പൊ ലൈക്ക് അതിനെ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. അല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ രമ്യയും ഞാനും ആക്ച്വലി ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. കോളേജിൽ ഒരുമിച്ചായിരുന്നു. ഞങ്ങള് ഒരുമിച്ചായിരുന്നു കോളേജില്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. 3 years അവിടെ ഉണ്ടായിരുന്നു. അപ്പം 3 years നല്ല ഫ്രണ്ട്സ് തന്നെയായിരുന്നു. ഒരു ലാസ്റ്റ് ഇയർ ആയിരുന്നു നമ്മുടെ പ്രോജക്റ്റ് അല്ലെ, ലാസ്റ്റ് സെം 6th സെമ്മിലായിരുന്നു നമുക്ക് പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്താണ് ഞങ്ങള് എന്താ പറയാ അത്രയും ദിവസം ഒറ്റ ക്ലാസ് റൂമിൽ ഇരുന്ന ആൾക്കാര് പെട്ടെന്ന് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3-4 കമ്പനി ടീമുകളായിട്ട് ചേർന്ന് 3-4 കമ്പനിയിലൊക്കെ പോകേണ്ട ഒരു ഇത് വന്നു. 4 ടീമായിരുന്നു, 4-5 ടീംസ് രണ്ടൊരു ഡിഫറെന്റ് ടീമിലായിരുന്നു. അതാണ് ഹൈ. അപ്പൊ അങ്ങനെ പല പല കമ്പനീസ് ആയിട്ട് 1 മാസത്തോളം ക്ലാസ് ഉണ്ടായിരുന്നില്ല. പ്രോജക്റ്റിന്റെ ആയിട്ട് ഔട്ട്സൈഡ് തന്നെ ആയിരുന്നു, കോളേജിന്റെ പുറത്ത് തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങള് മീറ്റ് ചെയ്യുന്നില്ല. ആ സമയത്താണ് രണ്ടുപേർക്കും എന്താ പറയാ ഫ്രണ്ട്സ് എന്നതിനപ്പുറം എന്തോ ഒരു സ്പെഷ്യൽ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായത്. സോ 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കോളേജിലോട്ട് തിരിച്ചു ചെയ്യുന്ന സമയത്ത് ഞങ്ങള് ഒരുമിച്ച് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഷെയർ ചെയ്ത സമയത്ത് എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് അത് ഓപ്പൺ ആയിട്ട് അന്ന് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞങ്ങള് എക്സാം കഴിഞ്ഞിട്ട് 2 പേരുടെ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് 2 പേർക്കും പേഴ്സണലി ഭയങ്കര സപ്പോർട്ട് തരുന്ന 2 ഫാമിലി തന്നെയായിരുന്നു.
സോ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വീട്ടിൽ പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അമ്മയുടെ പപ്പയുടെ മുഖം കണ്ടിട്ട് അമ്മയ്ക്ക് അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. അതായത് പിന്നെ വേറൊന്നല്ല, ലാസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തോ പയ്യനില് ചെറിയൊരു മാറ്റം എനിക്ക് കണ്ടുപിടിക്കും. അത് എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്നത് പോലെ പയ്യന്മാരുടെ വീട്ടിൽ എനിക്ക് തോന്നിയത്. കാരണം ഈ എന്താ പറയാ പെൺകുട്ടികളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. കാരണം ഇപ്പൊ എന്റെ ചേട്ടൻ്റെതായാലും അതൊരു ലവ് മാരേജ് തന്നെയായിരുന്നു, ലവ് കം അറേഞ്ച് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് ഈ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുന്ന സമയത്ത് എനിക്കൊന്നു ആ ഒരു ടൈം മുതൽ ഈ ഒരു ഫോൺ യൂസേജ് കൂടുതലാണല്ലോ. അപ്പൊ ഈ ഫോൺ യൂസേജ് കൂടുന്ന ഒരു സമയത്താണ് ഇവര് നോട്ട് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ മിക്കവാറും നോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അമ്മ തന്നെയായിരുന്നു. ഞാനപ്പോഴും ആ സമയത്ത് പപ്പയോട് പറയും, പയ്യൻ എന്തോ ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട്, ഇല്ല ഫോൺ വിളിയൊക്കെ തുടങ്ങിയിട്ട് എന്താണോ ഏതോ ഒരു കുരുക്കിൽ പെട്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ പപ്പ ഉടനെ പറയും, നീ മിണ്ടാതിരിക്കും, നീ എപ്പോഴും അങ്ങനെയൊന്നും സംസാരിക്കരുത്, അവൻ പാവം അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പപ്പ ഉടനെ പറഞ്ഞത്. പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞ കോളേജിൽ പറയുന്ന പോലെ മരഞ്ചുറ്റി പ്രണയം എന്നു പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രോജക്ട് കഴിഞ്ഞ് വന്ന് വിത്തിൻ 1 മന്തിനകത്ത് നമുക്ക് എക്സാം ആയിരുന്നു. എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും വീട്ടിൽ സംസാരിക്കുന്നത്. ഇവിടെ അമ്മയോട് സംസാരിച്ചപ്പം കുഞ്ഞു പയ്യനാണ് അല്ലേ? അല്ല ആക്ച്വലി അങ്ങനെയല്ല. അതൊരു ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതോ ഈ ഇവർ രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ പോയി ഇത് പറയുന്നത്. അതായത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ തന്നെ ഏതാണ്ടൊക്കെ അവർക്ക് അല്ലേ എന്താ ആളാരാണ് അതായത് കാര്യം എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വന്നില്ല. അതായത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ആളാരാണെന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നെ ചെറിയ ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് 21 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് അല്ല അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് ഇതായി. അപ്പൊ സംസാരിച്ചു. പക്ഷെ എന്റെ വീട്ടില് നേരെ തിരിച്ചായിരുന്നു. അവർക്കും അറിയായിരുന്നു ഇതിനുള്ളത്. അപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞപ്പോ തന്നെ ഓക്കെ അവര് വന്ന് സംസാരിക്കട്ടെ, നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു പപ്പയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനെയല്ല, ഞാൻ വിളിച്ചിവിടെ പറയായിരുന്നു. അപ്പം ഇവിടെ നിന്ന് വന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കണമല്ലോ. അതിനു മുന്നേ അമ്മയത്ത് പപ്പയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവര് ആദ്യം കുറച്ചൊക്കെ ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം ഏജ് അത്രേ ഉള്ളൂ, പെർമനന്റ് ആയിട്ടൊരു ജോബ് കഴിയില്ല, അല്ലാതെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അങ്ങനൊരു പറയാൻ അങ്ങനെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജ് കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയമാണല്ലോ. അപ്പൊ അങ്ങനൊരു ഇതുണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു അമ്മയ്ക്കും. പക്ഷെ റിസൾട്ട് പോലും വന്നിട്ടില്ല. അതായത് ഡിഗ്രിയുടേതാണ്. അപ്പൊ പറഞ്ഞു കുറച്ച് ഒന്ന് ജോബ് എന്തെങ്കിലും സെറ്റ് ആക്കിയതിന് ശേഷം പോയി സംസാരിക്കാന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ വിത്തിൻ 2 മന്ത്സിനുള്ളിൽ തന്നെ ഒരു ജോബിനൊക്കെ കയറി. ഫസ്റ്റ് ഏത് ഫീൽഡായിരുന്നു ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓപ്പറേഷൻസിലായിരുന്നു. പിന്നെ കരിയർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ഓപ്പറേഷൻസിലാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ BBAയും MBAയും കഴിഞ്ഞത് HR ഫീൽഡ് ആയിരുന്നു. സോ ദെൻ ഓപ്പറേഷൻസിൽ നിന്ന് ഡയറക്റ്റ് HR-ലോട്ട് സ്വിച്ച് ചെയ്തു. സോ ദെൻ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ തന്നെ പോകുന്നു. അതെ. അപ്പൊ ജോബ് മേടിച്ച് ഒരു തൊട്ടടുത്ത മാസം തന്നെ വീട്ടിൽ വന്ന് സംസാരിച്ചു. അപ്പം പപ്പയും എഗ്രി ചെയ്തു. 2 പപ്പമാരും കൂടെ കൈ കൊടുത്തു. ജസ്റ്റ് ആ വർഷം തന്നെ നമ്മള് എൻഗേജ്മെന്റ് നടത്തി. വളരെ പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് പ്രണയിച്ചതും കൂടുതൽ അറിഞ്ഞതും ഒക്കെ ഈ എൻഗേജ്മെന്റിന് ശേഷമാണെന്ന് പറയാം. കാരണം ഒരു ബ്രേക്ക് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. 2019 നമ്മുടെ എൻഗേജ്മെന്റ്. December 28 എൻഗേജ്മെന്റ് കഴിഞ്ഞത്. അതോടുകൂടി കൊറോണ പ്രളയം വന്നതുപോലെ എനിക്കൊന്ന് ആ ഒരു നമ്മുടെ ഈ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിത്തിൻ ഒരു 1 വീക്കിനകത്തൊക്കെയാണ് ഈ കാലിക്കറ്റ് വന്നെന്ന് പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് ഒരു റിപ്പോർട്ട് വരുന്നത്. അത് എനിക്കൊന്നു കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് വർക്ക് ഫ്രം ഹോം എന്നുള്ളതൊക്കെ വളരെ വിരളമായിട്ടായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇത് ചെയ്യുന്നു, പുള്ളി വീട്ടിലാവുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു കാലഘട്ടം എന്നുള്ളത് നല്ല രീതിയിൽ നമുക്ക്
ഈ ആരടുത്ത് ചോദിച്ചാലും കോവിഡ് ടൈം എന്നുള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു കഥയുണ്ടാവും. ലൈക്ക് നമ്മുടെ ഒരു കോവിഡ് ടൈം എന്ന് പറയുന്നത് ലൈക്ക് ഞങ്ങളുടെ ഈ മാരേജ് വരെ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെയാണ് പുറത്ത് വിട്ടുള്ളൂ ഈ ഒരു കോവിഡ് കാരണം. ബാക്കി ഫുള്ള് ലോക്ക്ഡൌൺ. ഡ്രസ് മേടിക്കാനോ കൂടെ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോയിട്ടില്ല. ലൈക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പറയുകയാണെങ്കിൽ ഇന്റിമേറ്റ് വെഡിങ് ആയിരുന്നു ഞങ്ങളുടെ. വെറും ഒരു 250 ഇല്ലായിരുന്നല്ലോ അതിനകത്തില്ല. അതെ അതെ ഏറ്റവും അടുത്ത ആൾക്കാരെ മാത്രം അതെ ഫ്രണ്ട്സും ഫാമിലീസും ഏറ്റവും അടുത്ത ആൾക്കാരും മാത്രമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് വെഡിങ് ആയിരുന്നു അല്ലേ എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ നടത്തണമെന്നുണ്ടായിരുന്നു എല്ലാരെയും അതെ പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. അല്ല പല ആൾക്കാരും എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ വീഡിയോസ് പലരും ചെയ്യുന്ന കല്യാണ വീഡിയോസ് കാണുമ്പോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമം എനിക്ക് ഉണ്ടാവാറുണ്ട് ശരിക്കും. അതെ അതെ ഞങ്ങളുടെ കല്യാണം ആക്ച്വലി ചർച്ചിൽ വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പൊ ചർച്ചില് വെറും 50 പേര് മാത്രമേ അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 50 പേരില് ഞങ്ങൾ 2 പേര് ഫാദർ പിന്നെ 2 പേരുടെ അച്ഛനും അമ്മയും സഹോദരൻ സഹോദരി അങ്ങനെ കുറച്ച് ആൾക്കാർ ആയപ്പോ തന്നെ കുറെ ആയി. ഇത് പോയിട്ട് പിന്നെ എത്ര പേര് അകത്ത് കയറാൻ പറ്റുന്നത്? അല്ല ഇതില് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പള്ളിക്കകത്ത് കയറ്റാൻ പാടില്ലായിരുന്നു. അതെ അതെ നമുക്ക് മൂത്ത മകന്റെ കുഞ്ഞിന് അന്ന് 2.5 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചിനെ അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റൂലായിരുന്നു. നമ്മൾ വളരെ വിഷമിച്ച് പിന്നെ പപ്പ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ബാക്കിലാണ് നിന്നിരുന്നത്. അത് മനസ്സിന് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ അന്ന് ഉണ്ടായിരുന്നു. അതെ അങ്ങനെ ഒരു വെറൈറ്റി കല്യാണം ജീവിതത്തിൽ മറക്കൂല. അതെ അതെ നമ്മുടെ ഫാമിലിയുടെ ഇടയിൽ നടന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ 1-2 വേറെ കല്യാണം നടന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത റിലേഷനിലൊന്നും ഇല്ലായിരുന്നു. വെറൈറ്റി കല്യാണമാണ് 21 വയസ്സിൽ കല്യാണം കഴിക്കുന്നത്. അതെ ആ പോയിന്റിലോട്ട് ഞാൻ തിരിച്ചു വരാം ഇത് കംപ്ലീറ്റ് ചെയ്തോടെ. അതെ അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും കൊണ്ട് വെറൈറ്റി കല്യാണം തന്നെയായിരുന്നു. സഹോദരിമാരൊക്കെ വേറെ ഉണ്ടായിരുന്നു. മൂത്ത സഹോദരിമാരുടെ കല്യാണം ഉണ്ടായിരുന്നു. അതിനു മുന്നേ ഓവർടേക്ക് ചെയ്താണ് ഇവൻ കയറിയത്. അതെ എനിക്ക് അതിന്റെ മറുപടി നീ പറയും ഞാൻ പറയുന്നു. അത് രമ്യ പറയും പറയൂ എന്തുകൊണ്ടാണ് നേരത്തെ കല്യാണം നടത്തിയത്? അതിന്റെ ഒരു റീസൺ എന്താണെന്ന് റീസൺ ഒന്നുമില്ല. എന്റെ മദറിന് ആക്ച്വലി സുഖമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോ പപ്പയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അമ്മ നേരെ ഇരിക്കുന്ന സമയത്ത് കല്യാണം എടുക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം പെട്ടെന്ന് നടത്തണം എന്ന് തന്നെയാണെങ്കിൽ പപ്പ സംസാരിച്ച സമയത്ത് എന്റെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നടത്തണം, ഒരുപാട് വെച്ച് താമസിക്കാൻ പറ്റില്ല, കാരണം ഹെൽത്ത് വൈസ് അമ്മ അപ്പൊ തന്നെ ഡൗൺ ആയിരുന്നു ഒത്തിരി. പക്ഷെ നമ്മള് 2 വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് പപ്പ പറഞ്ഞതെന്ന് പറഞ്ഞാല് 2 വർഷം നമുക്ക് സമയം തരണമെന്നാണ്. 2 അല്ലല്ലോ ആദ്യം 5 അല്ലേ പറഞ്ഞു? അതെ 5 വർഷത്തിൽ ഇത് ചവിട്ടി ഞാൻ 5 ആണ് പിന്നെ അതെല്ലാം മാറി 1 ഇയറിനുള്ളിൽ മാരേജ് എന്നുള്ള ഇത് വന്നു. അങ്ങനെ 2020 ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. 2020 നവംബർ 16 ഞങ്ങളുടെ കല്യാണം നടന്നത്. പറഞ്ഞല്ലോ കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രം വെച്ചുകൊണ്ടുള്ളൊരു ഇന്റിമേറ്റ് വെഡിങ് ആയിരുന്നു. പല കാര്യങ്ങളും അന്ന് ചെയ്യാൻ പറ്റാത്തതിൽ ഇന്ന് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. കാരണം ലഘുവായിട്ട് എന്താ പറയാ കുറച്ചാൾക്കാർ മാത്രമേ ഉള്ളൂ വലിയ ആർഭാടങ്ങളോ അതെ അതെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത്. ഞങ്ങളുടെ അതായത് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേറ്റീവ്സ് ഉണ്ടല്ലോ, അവരാരും വിളിച്ചിട്ടില്ലല്ലോ. അവരിൽ പല ആൾക്കാരിലും നെക്സ്റ്റ് ആ ഒരു 1 ഇയറിൽ നമ്മൾ പല ഫംഗ്ഷന് പോകുമ്പോഴും എന്റെ കല്യാണം കഴിഞ്ഞതായിട്ട് ഒരു അറിവില്ലായിരുന്നു. ഒന്നാമതെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ആയിരുന്നു. അപ്പൊ ആരുടെ ഒരു കൺസെപ്റ്റിലുള്ള ഒരാളല്ലേ ഇയാളിപ്പോ കല്യാണം കഴിക്കാൻ പോകണമെന്നുള്ളതില്ല. അതിനുശേഷം ഈ ഒരു കോവിഡ് ആയതുകൊണ്ട് ആരെയും അറിയിച്ചിട്ടുമില്ല അല്ലെ പല കല്യാണത്തിനും പോയപ്പോ. പിന്നെ ചില ഇത് മാത്രമല്ല റിലേറ്റീവ്സ് മാത്രമല്ല ഫ്രണ്ട്സ് ചിലര് വിളിച്ചില്ലല്ലോ എന്ന് വിഷമം അത് കഴിഞ്ഞുള്ള ഒരു വർഷത്തിലുള്ള പല ഫംഗ്ഷനിലും പല ആൾക്കാരെ കാണുമ്പോഴും മെയിൻ ആയിട്ടുള്ള ഒരു പരാതി തന്നെയായിരുന്നു കല്യാണത്തിന് വിളിച്ചിട്ടില്ല എന്നുള്ളതും അറിഞ്ഞില്ല എന്നുള്ളതും. അങ്ങനെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് അല്ലെ പല ആൾക്കാരും. നമ്മള് പറഞ്ഞല്ലോ 2020 മാരേജ് കഴിയുന്നത്. ഒരു 3 months കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ക്യാരിങ് ആയി, പെട്ടെന്ന് തന്നെ ക്യാരിങ് ആയി. 2021 നവംബർ 9 ബേബി ജനിക്കുന്നത്. അപ്പോ ഞങ്ങളെ ബർത്ത്ഡേ സെലിബ്രേഷന് ക്രിസ്ത്യനിങ്ങിന്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഏകദേശം ആൾക്കാരെയും ബാപ്റ്റിസത്തിന് അതിന് വേണ്ടിയിട്ട് നമ്മള് ഏകദേശം ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയം എന്ന് പറയുന്നത് കോവിഡ് ഒക്കെ ഒന്ന് മാറി
പിണങ്ങിയിരിക്കുവായിരുന്നു ഇത്രയും നേരം. ഒരു ഹായ് പറയൂ. അപ്പൊ ഹായ് പറയൂ. എനിക്ക് ഹായ് പറയും, ഹായ് പറയും, ഒരു ഹായ് പറയും. ഹായ് പറയൂ. ഹായ്. എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് പറയ്. ഇത് പേരൊക്കെ പറഞ്ഞു കൊടുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്. ഇല്ല, ആളുകൾ പോയിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞില്ല ഇതേപോലെ വരും. അതെ അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഓക്കെ, അപ്പം 2021 നവംബറിലാണ് മെനി ബേബി ജനിക്കുന്നത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ജേർണിയിൽ അവൻ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അല്ലെ, പല കാര്യങ്ങളിലും നമ്മള്. അതെ, അവൻ ജനിച്ചത് മുതലേ ചേഞ്ച് ചെയ്തു. അന്ന് മുതലേ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എനിക്കൊന്നും അത് സെപ്പറേറ്റ് അത് കേൾക്കണമെന്നുള്ളൊരു കമന്റ്. അവൻ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാല്, അതായത് മൂത്ത മകന്റെ കുഞ്ഞ് അവന് 2.5 വയസ്സ് പ്രായമുള്ള സമയത്താണ് അവര് ഫാമിലി ആയിട്ട് UK പോകുന്നത്. അപ്പൊ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമുക്ക് വളരെ ഒരു സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. അവനെ ഞങ്ങൾ തന്നെയാണ് കൂടുതൽ സമയവും നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം മൂത്ത മകനും മോളും അവര് ടെക്നോ പാർക്കിൽ അപ്പൊ വർക്ക് ചെയ്യുകയായിരുന്നു. കൊറോണ സമയമൊക്കെ ആയിരുന്നെങ്കിലും വീട്ടിലാണ് വർക്ക്. അവര് സെപ്പറേറ്റ് വീട് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഞ്ഞിനെ രാവിലെ ഇവിടെ കൊണ്ടുതരും. രാത്രി ഒരു 10-11 മണിയാകുമ്പോഴാണ് അവർ വന്ന് പിക്ക് ചെയ്യുന്നത് കുഞ്ഞിനെ. അപ്പൊ ഓൾറെഡി സമയം മൊത്തം, പകൽ സമയം മൊത്തവും നമ്മുടെ രണ്ടുപേരുടെയും കൂടെയാണ് അവന്റെ സമയം ചെലവഴിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് ആ ദിനങ്ങള്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇവര് ഫാമിലി ആയിട്ട് അങ്ങ് പോയപ്പോഴും ഓൾറെഡി നമ്മൾ രണ്ടുപേരും അങ്ങ് ഡള്ളായി പോയി. ഭയങ്കര വിഷമായിരുന്നു. ഒത്തിരി ദിവസം അതിൽ നിന്ന് റിക്കവറായി വരാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വന്നു. പിന്നെ അതിന് ശേഷം അവര് പോയത് ഒരു ഒക്ടോബറിലാണ്. നവംബർ ആയപ്പോഴത്തേക്കും ടീനി ബേബി ജനിച്ചു. പക്ഷെ അവൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിന്റെ ഒരു അപാകത നികത്തി തന്നത് ഇവനിലൂടെയാണ്. പിന്നെ നമ്മൾ ആ ഒരു കുറവ് ഇവനിലൂടെ അത് നികത്തി കിട്ടി. പിന്നെ നമ്മൾ വീണ്ടും പതിയെ പതിയെ നമ്മുടെ ആ പഴയ ഒരു ലൈഫിലോട്ട് നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ പിന്നെ സന്തോഷത്തിന്റെ അത്ര കുറവൊന്നല്ല. അവന് വീഡിയോ കോൾ ചെയ്യാറുണ്ട് അല്ലേ, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അന്ന് മുതൽ അവര് ഡെയിലി കാണുന്നുണ്ട്. അവന്റെ വളർച്ചയിലെ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം അറിയുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അവര് ഈ കാലം മാറുന്നതിനനുസരിച്ച് ടെക്നോളജീസ് വരുന്നത്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഗൾഫിലോ അങ്ങനത്തെ പോകുന്ന ആൾക്കാർക്ക് ജസ്റ്റ് എന്താ പറയാ കോള് മാത്രമേ, ജസ്റ്റ് ആ ഒരു വോയിസ് കേൾക്കാൻ പറ്റുകയോ ഉണ്ടായിരുന്നുള്ളൂ. അത് അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അതിലും കഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്കൊന്ന് നേരിട്ട് എല്ലാവരെയും കാണാം. എല്ലാവരുടെയും സ്മാർട്ട് ഫോൺ ഉണ്ട് അല്ലേ, എല്ലാ കാര്യങ്ങളും എനിക്ക് അവർ ഡെയിലി വിളിക്കാറുണ്ടല്ലോ അല്ലെ, അങ്ങനത്തെ ഇതിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ എനിക്ക് അമ്മയ്ക്കും പപ്പയ്ക്കും നേരിട്ട് കാണുന്നതിൽ, നേരിട്ട് അവനെ കൊഞ്ചിച്ച് ലാളിക്കുന്നതിലുള്ള ഒരു കുറവ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനിലെ ഓരോ മാറ്റവും ഡെയിലി കണ്ടറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ലാംഗ്വേജ് അവൻ വളർന്ന സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ലാംഗ്വേജിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. UK-യിലായതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രൈം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പൊ അവൻ കുഞ്ഞിനും സ്കൂളിൽ ഇംഗ്ലീഷ് തന്നെ ആയതുകൊണ്ട് അവൻ ആ ഒരു ഇതിലാണ്. ഇവിടെ വെച്ചും കുറച്ച് എന്നുവെച്ചാൽ അവന് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം ഇംഗ്ലീഷ് തന്നെ ആയിരുന്നു. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഇതായതുകൊണ്ട് അവൻ ബേസിക്കലി ആ ഒരു ലാംഗ്വേജ് ആണ്. അവന് കുറച്ച് മലയാളം പറഞ്ഞാൽ മനസ്സിലാകും, മനസ്സിലാകുന്നില്ല. ഇവന് കുറച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എപ്പോഴും അവന്റെ കംഫർട്ട് ലാംഗ്വേജിൽ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ പറയുന്ന എന്ത് കാര്യവും അവന് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ പറയുന്ന ലാംഗ്വേജിൽ. അത് വീട്ടിൽ അവര് സംസാരിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്. ചേട്ടനും ചേച്ചിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അങ്ങനെ അവന് കേട്ടാ പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അതെ അതെ, അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വന്നതുകൊണ്ട് ഈ ഒരു ചേഞ്ച് അല്ലാണ്ട് വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന നേരിട്ട് കാണുക, നേരിട്ട് അവനെ ലാളിക്കുക എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി അവർക്ക് ഓക്കെയാണ്. അങ്ങനെ ഒരു രീതിയിലാണ് പോയിരുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു, അതെ, ഞങ്ങൾ ഇങ്ങനെയാണ് ഒന്നിച്ചു ചേർന്നത്. പക്ഷെ കുറച്ച് നേരത്തെ ഒന്നിച്ചു ചേർന്നു. ഇതിന്റെ ഒരു ജേർണി എന്ന് പറയുന്ന ആ ഒരു ക്യാരിങ് ടൈമില് ഒരുപാട് പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡെലിവറി ടൈമിലായാലും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡെലിവറി സ്റ്റോറി ഞാനിപ്പോ ഇവിടെ പറഞ്ഞ് ബോറാക്കുന്നില്ല. അത് വേണമെന്നുള്ളവർ കമന്റ് ചെയ്യാം. നമ്മള് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹീനു ബേബിക്ക് അങ്ങനെയും വേണമെങ്കിൽ പറയാം. അത്രയും അതും ഒരു കാരണം തന്നെയായിരുന്നു എല്ലാത്തിനും. കാരണം നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു, ഒരിടത്തും പോകുന്നുണ്ടായിരുന്നില്ല. വീട്ടിനകത്ത് മാത്രം, ഹോസ്പിറ്റല്, വീട്, അങ്ങനെ തന്നെയായിരുന്നു.
അല്ല ഹോസ്പിറ്റലിൽ ഓരോ സമയം നമ്മൾ പോകുന്ന സമയത്തും അതെ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നു. അതെ അതേതായാലും ഒരു പ്രത്യേകം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയം പറയുമ്പോഴേ എനിക്ക് ഓർമ്മ ഫുൾ സാനിറ്റൈസർ അതെ അപ്പൊ ഏതായാലും ഒരു പ്രത്യേക വീഡിയോ എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ, അപ്പൊ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ടേ. ഓക്കെ. അപ്പൊ ബോറാക്കുന്നില്ല. അപ്പൊ കമന്റ് ചെയ്യും വേണമെന്നുള്ളവര്. അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ ഹേനി ബേബി ഇപ്പൊ 3.5 വയസ്സ് കഴിഞ്ഞു. ആള് കുറച്ചുകൂടെ വളർന്നു. ഇപ്പൊ നല്ല സംസാരിക്കാനൊക്കെ ആയി. ഞങ്ങളോടൊക്കെ ഭയങ്കരമായിട്ട് ഡേഞ്ചറായിട്ട് സംസാരിക്കാം. കുറുമ്പനാണ്. കുറുമ്പ അൺലിമിറ്റഡ് ആണ് എന്ന് വേണം പറയേണ്ടി വരും. വീട്ടില് മാത്രം. അതെ അതെ. സ്കൂളിൽ പോയി നല്ല കുട്ടിയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇതുവരെയല്ലേ ഞങ്ങളിപ്പം മാരേജ് കഴിഞ്ഞിട്ട് ഈ നവംബർ ആവുമ്പോഴേക്കും 5 years ആവും. ലോങ് സർവീസ് 5 years ആവാണ്. അപ്പം ഇതുവരെയുള്ള ഞങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ പോയി എന്നാണ് എന്റെ വിശ്വാസം. അല്ലെ? അതിനൊരു സംശയം. എനിക്ക് സംശയമില്ല. സക്സസ്ഫുൾ അല്ലേ? സക്സസ്ഫുൾ ആണ്. എന്താ പറയാ, സന്തോഷമായിട്ട് പോയി. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വന്ന ഒരു സാഹചര്യം ഞാൻ പറയാം. എങ്ങനെയാണ് ആ ഒരു ചാനൽ അതെ അതെ. ഞാന് ടിക്ടോക്കില് ഞാൻ വീഡിയോസ് ചെയ്യുമായിരുന്നു നേരത്തെ ചേട്ടനുമായിട്ടല്ലേ? അതെ അതെ. എന്റെ ചേട്ടൻ കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ടിക്ടോക്ക് ലവേഴ്സും കമന്റ് ചെയ്തു. ഒത്തിരി ഫാൻസ് ഉണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. പെട്ടെന്ന് പോയി. അത് തട്ടിപ്പോയതല്ല, ലൈക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്തോന്നല്ലോ. അപ്പൊ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ യൂട്യൂബ് ഒക്കെ കാണുമ്പോ ഞാൻ വിചാരിക്കുമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് അന്നത്തെ ഒരു സാഹചര്യത്തില് നേരെ ഒരു ക്യാമറ, ഒരു ഫോണ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ കയ്യിലുള്ള ഫോണിലായിരുന്നു ഞാൻ ടിക്ടോക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന ഒരു ഫോണല്ലായിരുന്നു. അപ്പം അന്ന് പിന്നെ അതൊന്നും നടന്നില്ല. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ചാനോട് പേഴ്സണലി പറയുമായിരുന്നു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അന്ന് ചിലപ്പോ ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വീഡിയോസ് എല്ലാം ഇടുമായിരുന്നു. അന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ചാനൽ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുറച്ച് നാളിങ്ങനെ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്തായാലും എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അമ്മയും പപ്പയാണ്. ഞാനോട് ഞാൻ പറഞ്ഞപ്പോ നീ തുടങ്ങിക്കോ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറഞ്ഞു. പക്ഷെ പപ്പയും അമ്മയും പറഞ്ഞു ഞങ്ങൾ എന്തിനു വേണമെങ്കിലും നിൽക്കാം, നീ തുടങ്ങും എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് സെപ്റ്റംബർ 22 എന്റെ പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം പപ്പ കേക്ക് മുറിക്കുന്ന ആ ഒരു വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണിയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് കുറെ നെഗറ്റീവും കുറെ പോസിറ്റീവും നിറഞ്ഞൊരു ജേണി തന്നെയായിരുന്നു. ഈ ജേണിയെ പറ്റി എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. സോ അവരെല്ലാരും പറയട്ടെ നമ്മുടെ ഈ ഒരു ജേണിയെ പറ്റി. യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്. ചില കാര്യങ്ങള് നമ്മള് വീഡിയോ എടുക്കുമ്പോ എന്താ പറയാ, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആ വീഡിയോ ചെയ്ത് നമ്മൾ ഓടി വന്ന് ഷൂട്ട് ചെയ്തതിനു ശേഷം അത് കാണുന്നതും അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വെർഷനും എല്ലാം ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. സോ ആ ജേണിയെ പറ്റി എല്ലാവർക്കും സംസാരിക്കാനുണ്ടാവും. എല്ലാവരും പറയട്ടെ. എനിക്ക് തോന്നുന്നു അതില് മെയിൻ ആയിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കണ്ടിന്യൂസ് ഒരു എഡ്യൂക്കേഷൻ അതിനകത്ത് കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റും. അതായത് ഓരോ കാര്യത്തിലും ലൈക്ക് ഇപ്പോ ക്യാമറ, മൈക്ക്, ദെൻ അതിന്റെ ലൈറ്റിംഗ്, അതുമുതൽ എല്ലാ കാര്യങ്ങൾക്കും അതിൽ ഓരോ വീഡിയോസ് നമുക്ക് അതിലൊരു. അത് മാത്രമല്ല നമ്മുടെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കറിയില്ല ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവം ചെയ്യേണ്ടതെന്നോ. ഒരു 4000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയ സമയത്ത് ഇതിൽ ഓരോ ഓപ്ഷൻസ് എനേബിൾ ആവും, ഇങ്ങനെ ഒരു സംഭവം വരും, അങ്ങനെ ഒരു സംഭവം വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ, പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കും. എന്താ ഈ സംഭവം, എന്താ ഇങ്ങനെ വരുന്നത്, എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നോക്കും. നമ്മുടെ പോരായ്മ എന്താന്ന് നോക്കിയിട്ട് അതിങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കും. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഒരു ലേണിംഗ് തന്നെയാണ് മൊത്തത്തിൽ ഈ പറയുന്നത് പോലെ ഒരു ലേണിംഗ് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റി. തുടക്കത്തിലെല്ലാം ആദ്യം രമ്യ ഒറ്റയ്ക്കായിരുന്നു. എന്തെങ്കിലും ഒരു പെർഫോമൻസ്, ചെറിയ ഡാൻസ് എന്തെങ്കിലും എല്ലാം അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് തുടങ്ങി വെച്ചത്. അപ്പോഴത്തെ അവള് പറയും എല്ലാരും വരൂ, ഇത് ഫാമിലി വ്ളോഗാണ്, പപ്പയും അമ്മ ഇച്ചാനും ഒക്കെ വരണം.
എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കുമായിരുന്നു. പിന്നെ അവള് പറഞ്ഞു അവസാനം നമ്മളെല്ലാരും കൂടെ അങ്ങ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഞാനിപ്പം ഒരു ഡാൻസ് വീഡിയോ ഇട്ടൊക്കെയാണ് തുടങ്ങുന്നത്. ആ തുടങ്ങിയ സമയത്ത് എനിക്കൊരു കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യം മുന്നിൽ തെളിയിച്ചു തന്നത് പപ്പ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചാനലിൽ ടഫ്മാഷ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത് പപ്പയാണ്. അങ്ങനെ ഒരു കണ്ടന്റ് പറഞ്ഞു തന്നതും ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതും പപ്പയാണ്. അത് ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കി അറിയാൻ പറ്റും. പപ്പയാണ് ഫസ്റ്റ് വീഡിയോയിൽ. പപ്പയും വിജയനും അമ്മയുമാണ് ഉള്ളത്. പിന്നെ ഹേലു ബേബിയുണ്ട്. അപ്പൊ ഇവര് 4 പേരായിട്ടാണ് ഫസ്റ്റ് വീഡിയോയില്. അന്ന് കിട്ടിയ ആ വ്യൂസ് കണ്ട് എനിക്കൊരു ഫസ്റ്റ് ഒരു 1K ആയപ്പോ തന്നെ ഞാൻ പറഞ്ഞു വ്യൂസോ എന്നുള്ള രീതിയിലായിരുന്നു. എനിക്കത് കിട്ടിയതെന്തോ SSLC എക്സാമിന് ഈ നമ്മളെ റിസൾട്ട് വരെ കാത്തിരുന്നിട്ട് ഫുൾ A+ കിട്ടുമ്പോൾ ഉള്ള സന്തോഷമില്ലേ, ആ സന്തോഷം തന്നെയായിരുന്നു ആ 1K വ്യൂസിന് എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതാണ്. സെക്കൻഡ് കണക്കിന് വ്യൂസ് മാറുമ്പോൾ ഞാനിങ്ങനെ പറയുന്നത് 500 600 700 ഇങ്ങനെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. അപ്പോ അന്ന് ആ ടഫ്മാഷ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമുക്ക് കൊണ്ടുതന്ന പപ്പയാണ്. പിന്നെ പപ്പയ്ക്കും പറയാനുണ്ടാവും ഈ ജേണിയെ പറ്റി. കാരണം പപ്പയും ഒരുപാട് വീഡിയോസിൽ വന്നിട്ടുണ്ട്. അപ്പൊ പപ്പ പറഞ്ഞു എന്തൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ ഏതും അച്ഛന്റെ വേഷമായാലും മകന്റെ വേഷമായാലും കുടിയനായാലും ഏറ്റവും ഹൈലൈറ്റ് അതാണ് കുടിയന്റെ വേഷം കൊടുത്ത നല്ല വന്നിട്ടുണ്ട്. പൂജാരി അതിൽ ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് പറയാനായിട്ട് ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും അതിന്റെ കോസ്റ്റ്യൂം ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് നമ്മളൊന്നും ചെയ്യണ്ടേ. എന്താണ് ക്യാരക്ടർ, അത് ഏത് സിനിമയിലായിരുന്നു എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളാനായിട്ട് നമുക്കിപ്പോ നമ്മള് എന്താ പറയാ ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഇത് വെച്ചിട്ട് ആ ഒരു രൂപത്തിലോട്ട് എത്താനോ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും പോസിറ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രമ്യ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. റിട്ടയർമെന്റ് ലൈഫിലോട്ട് പപ്പ പോയിരിക്കുകയാണ് ഇപ്പോഴും. ആ സമയത്ത് പപ്പ OTT പ്ലാറ്റ്ഫോമും വെബ് സീരീസും ഒക്കെ പപ്പ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പഴയ പടങ്ങളാണ് പപ്പ കൂടുതലും കാണുന്നത്. അത് കണ്ടിട്ട് പെട്ടെന്ന് പപ്പയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും, ഇത് കൊള്ളാം. അപ്പോഴും അവരൊരു സജഷൻ കൊടുക്കും, ഇത് കൊള്ളാം, ഇന്ന് ഞാൻ കണ്ട സിനിമയിൽ ഇന്ന ഒരു കണ്ടന്റ് ഉണ്ട്, അപ്പൊ അത് നിങ്ങൾ നോക്ക്. അങ്ങനെ പറഞ്ഞത് നമ്മളിപ്പോ ഡഫ്മാഷ് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ അപ്പൊ ഏതെങ്കിലും ഒരു സീൻ പറഞ്ഞു നമുക്ക് അത് ചെയ്യാം, ഏതെങ്കിലും ഒരു സിനിമ പെട്ടെന്ന് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് പപ്പയെ തോപ്പിക്കുന്നത്. വേറെ കാര്യം വന്നത് അന്താക്ഷരി കളിക്കുന്നതാണ്. ഞങ്ങളുടെ പറ്റിയ അന്താക്ഷരി കളിക്കാറുണ്ട്. പപ്പയുടെ ടീമിലായാൽ ജയിക്കും മസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പപ്പയുടെ ടീമിലോട്ട് പോകാൻ നോക്കും കേട്ടോ. പണ്ടത്തെ എവിടെ നിന്നൊക്കെ കിട്ടുന്ന പാട്ടാണ് കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അത് നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ആ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകത്തില്ല. എനിക്കാണെങ്കിൽ അറിയിച്ചു പോലും അങ്ങനത്തെ പാട്ടുകൾ കൊണ്ടുവരും. അത് കംപ്ലീറ്റ് ഒരു 10 പേര് പാടാൻ പറഞ്ഞാൽ അതിന്റെ 10 പേര് പാടുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങളവിടെ സെർച്ച് ചെയ്യുമല്ലോ, അപ്പൊ അത് ശരിയായിരിക്കും. അത് ശരിയാണ്. സെർച്ച് ചെയ്ത് നോക്കുമ്പോ അങ്ങനെ ഒരു പാട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പാട്ട് ഉള്ളതായിട്ടേ നമുക്ക് അറിയില്ല. നമ്മള് ചിലപ്പോ അടി കൂടാറുണ്ട്, ഇങ്ങനെ ഒരു പാട്ട് ഇല്ലല്ലോ എന്നാ പിന്നെ അവിടെ നോക്കട്ടെ, നോക്കും. ഞങ്ങൾ ഗൂഗിൾ തപ്പി നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പാട്ടുണ്ടാവും. അതാണ് പപ്പ എന്ന് പറയുന്നത്. പപ്പയെ പറ്റി പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനലില് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പം ചിലരൊക്കെ എന്റെ അടുത്ത് ഇടയ്ക്ക് ചോദിച്ചായിരുന്നു പപ്പ എന്താ വീഡിയോസിലൊന്നും വരാത്തത്. പിന്നെ മെയിൻ ആർട്ടിസ്റ്റിന് മൂഡ് വേണം ഒരു പോയിന്റ്. എപ്പോഴും വിളിച്ചാൽ വരില്ല. എപ്പോഴും വിളിച്ചാൽ മെയിൻ ആർട്ടിസ്റ്റ് വരത്തില്ല. നമുക്ക് മൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോസിൽ വരാറുള്ളൂ. പിന്നെ ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്. അതെ, ഇങ്ങനെ ഓരോ കാര്യങ്ങള് പോയിന്റോട്ട് നമ്മളെ ക്യാരക്ടർ ആയാലും ഓരോന്നിലും ഇതേപോലെ ഒരു ഡിഫറൻസ് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഇതിൽ വരുന്നുണ്ട് ലാസ്റ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം നമ്മൾ മൊത്തത്തിൽ ഒരു ഡബ് സ്മാഷ് എന്നുള്ളത് ആ ഒരു തന്നെയാണ് കണ്ടിന്യൂ പോകുന്നത്. പക്ഷെ അതിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. വെയിറ്റ് ചെയ്ത് എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അതുപോലെ പേഴ്സണലി നമുക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സോ അങ്ങനെ കുറേ പേര് നമ്മളെ ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട് ഓരോ വീഡിയോസ് കാണുമ്പോൾ. ചിലത് കാണുമ്പോൾ ഭയങ്കര എന്താ ചിരി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ. ഡബ് സ്മാഷിന്റെ ആ ഒരു സീരീസ് ഏകദേശം ആയിരിക്കും ഇപ്പോഴും നമ്മൾ ഡബ് സ്മാഷ് ചെയ്യുവാണ്. അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു കൂടുതലും നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും എല്ലാം വന്നത് ആ ഒരു ഡബ് സ്മാഷ് എന്നുള്ളൊരു എനിക്ക് നമ്മൾ ഡബ് സ്മാഷ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഡാൻസ് വീഡിയോസ് വരുന്നുണ്ട്. ആ ഒരു നെയിം മീറ്റിംഗ് ചാലഞ്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ
മാത്സ് ടീച്ചറിന്റെ ഒരു ഇത് അത് കണക്ക് മാഷിന്റെ അത് എടുത്തു പറയേണ്ട എടുത്ത് കുറച്ച് പറയേണ്ട. വീഡിയോസ് ആണ്. കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ജസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്ന ടൈമിലാണ് 1K സബ്സ്ക്രൈബേഴ്സ് ആയ ടൈമില് ഞങ്ങൾ വേളാങ്കണ്ണി ട്രിപ്പ് ആ ടൈമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ആ വേളാങ്കണ്ണിയിൽ വെച്ചിട്ട് ആ റൂമിൽ വെച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പയുടെ അന്ന് മാത്രമുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഡാൻസ് പ്ലസ് കോമഡി അതാണ് ഉദ്ദേശിച്ചത്. അപ്പം അതില് ഭയങ്കരമായിട്ട് സക്സസ് ആയി. 1 lakh വ്യൂസ് ആണ് നമുക്കത് കിട്ടിയത്. ഫസ്റ്റ് വീഡിയോ ബെസ്റ്റ് വീഡിയോ. അതിന്റെ താഴെ നിൽക്കുന്ന വീഡിയോ എത്രയാണ് വ്യൂസ്? അതിന് താഴെ നമുക്ക് 2K 3K ഒക്കെ അത്രയും വന്നതിന് എന്താ പറയാ ഒറ്റ സ്ട്രെച്ചിനാണ് അത്രയും ഒരു ഇതിലോട്ട്. അതിൽ കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കയറിയിട്ടുണ്ടായിരുന്നു. ആ 100K എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കൊണ്ടുവന്നത് അവർ രണ്ടുപേരും തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കുഞ്ഞിന് നമ്മൾ ആദ്യാക്ഷരം കുറിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഈ ഒരു ചാനലിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു നേട്ടം കൈവരിച്ചതെന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. അപ്പൊ അത് ഒരു എടുത്തു പറയേണ്ട കാര്യം നമ്മൾ കരുതാണ്. പിന്നെ അതിനുശേഷം വന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു 899K വരുന്ന ഒരു വീഡിയോ നമുക്കുണ്ടായിരുന്നു. അത് നമ്മള് രണ്ടുപേരുമായിട്ട് ചെയ്ത ഒരു വീഡിയോ തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ഒന്ന് കയറി പോയിട്ടുണ്ട്. എനിക്ക് ആ വീഡിയോ ഏറ്റവും കൂടുതൽ വ്യൂ ഇതല്ലേ? അതെ, ഇവരുടെ വീഡിയോ കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ അതായിരുന്നു. അതിന്റെ വീഡിയോ ഏതൊക്കെ വീഡിയോ ആയിട്ടായിരുന്നു? അങ്ങോട്ട് തിരിഞ്ഞേക്ക്. മമ്മന്റെ വീഡിയോ വന്നതൊക്കെ പോയി. ഓക്കെ, പിന്നെ കാണിക്കാം. അപ്പൊ അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് നമുക്കിപ്പം 104K എന്ന് പോയ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വൈബിന്റെ ഡാൻസ് ആയിരുന്നു. അതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. സംഭവം എന്ന് പറയുന്നത് ഹെവി ബേബിനെ ഒരുപാട് കൂടുതൽ അങ്ങോട്ട് നമ്മള് അങ്ങറ്റത്ത് പോണം, പോ. അത് ഓക്കെ. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസ് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നത് 104K എന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫാമിലി വൈബ് എന്ന് പറയുന്ന വീഡിയോ ആണ്. അതിൽ കൂടുതൽ അതെ. അതില് നമ്മള് ഹെവി ബേബിനെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് പേര് നല്ല കമന്റ് വന്നു. ആ സമയത്ത് ഒരു ട്രെൻഡിങ് വീഡിയോ കൂടെ ആയിരുന്നു. പിന്നെ നമ്മള് അതിൽ തന്നെ ഒത്തിരി കമന്റ്സ് കയറിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിൽ തന്നെ നല്ല കുറെ കമന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ കുറച്ച് നല്ല വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ജേർണിയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് വെച്ചാൽ ഈ സ്റ്റാർട്ടിങ്ങില് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബോഡി ഷേമിങ്ങില് എനിക്കൊരു നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നു. തുടങ്ങി എത്ര ദിവസം ഉണ്ടായിരുന്നു? 3 ദിവസം ഉണ്ടായിട്ടുണ്ടാവും. 3-4 ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കര ദേഷ്യപ്പെടുന്ന രീതിയിലൊരു കമന്റ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ജസ്റ്റ് അത് കോമഡി ആയിട്ട് സെയിം യൂസർ തന്നെയാണ്. അതെ ഒരു അക്കൗണ്ടിൽ തന്നെയാണ് എല്ലാ വീഡിയോസിലും വരുന്നത്. അതെ. അപ്പം ഞാൻ അത് കോമഡി ആയിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ കളഞ്ഞു. ജസ്റ്റ് റിപ്ലൈ കൊടുത്താൽ കളഞ്ഞായിരുന്നു. പക്ഷെ കണ്ടിന്യൂസ് തൊട്ടടുത്ത ദിവസം പിന്നെയും ഇങ്ങനെ ഒരു 7-8 ദിവസം കണ്ടിന്യൂസ് ഇങ്ങനെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ അതായത് അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രമ്യയുടെ വീഡിയോ വരാൻ കാത്തിരിക്കുന്നത് പറയില്ലേ, നമ്മൾ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാന്ന് പറയുന്ന പോലെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്ക് കൂടിപ്പോയ ഒരു 200-300 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളു. അത് എനിക്ക് തോന്നുന്നു അത് എന്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ശത്രുക്കളാണ്. അതെ, എനിക്കൊന്ന് പരിചയമുള്ള ആരെങ്കിലും ആകാനായിരിക്കും സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു എന്നെ ഒരുപാട് വിഷമിച്ച ആ ഒരു കമന്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ സമയത്ത്. നമ്മൾ തുടങ്ങിയ സമയമാണ്. അപ്പം ഞാൻ പിന്നെ അത് വലിയ കാര്യമാക്കില്ല ആദ്യമൊന്നും. ഇല്ല, അവള് രമ്യ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും കരയാൻ തുടങ്ങും. നമ്മളെല്ലാരും കൂടെ അവളെ എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവരോടൊക്കെ പറയുമായിരുന്നു. പിന്നെ എനിക്ക് വിഷമം വരുമായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോസ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ നമ്മൾ റിപ്ലൈ ചെയ്തു തുടങ്ങി. കോമഡി ആയിട്ട് നമ്മൾ റിപ്ലൈ കൊടുത്തു തുടങ്ങി. പക്ഷെ പിന്നീടാണ് എന്താ പറയാ, അല്ല എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം നമ്മള്
ഉൾക്കൊണ്ട് അതെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചാനൽ തന്നെ മതിയാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്താണ് പിന്നെ മുന്നോട്ട് പോയത്. ഗ്ലാമർ നമുക്കല്ലേ അറിയാം. പക്ഷെ ഒരു വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ഞാൻ ആ യൂസർ ബ്ലോക്ക് ചെയ്തു. കാരണം എനിക്ക് അത്രയും വിഷമം ഉണ്ടാക്കി. റിപ്ലൈ ചെയ്തിട്ടും പിന്നെ എന്നെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അടുത്തൊളിഞ്ഞിരുന്ന് ഈ ആക്രമണം തുടരും. അവര് ഈ വീഡിയോ ഇല്ല, ഇനി നമുക്ക് എന്ത് വന്നാലും പ്രശ്നമില്ല. അവരെന്ത് കമന്റ് ഇട്ടാലും അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ഈ പറയുന്ന ഒരു 10K സബ്സ്ക്രൈബർ നമുക്ക് അത്രയും ഒരു വലിയ ഫാമിലി ഉണ്ട്. അപ്പൊ ഇതുപോലെ വരുന്ന 1-2 പേരെന്ന് പറയുന്നത് നമുക്ക് അവരൊരു എന്താ പറയാ നമുക്ക് ഒരു കാര്യമല്ല. അങ്ങനെയുള്ള ഇത് വരുന്നത് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ അതെന്തും ആവാനും അത് കുഴപ്പമില്ല. ബട്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സൈഡിൽ നിന്ന് ഇനിയും മുന്നോട്ട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് വരും. നിങ്ങൾ നമ്മളെ സഹായിക്കും. അതെ, നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്താ പറയാ മുന്നോട്ട് പോകും. നെഗറ്റീവ് എന്ന് പറയാൻ എനിക്ക് ആ ഒരു അനുഭവം മാത്രമേ ഈ ജേണിയിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഉണ്ടായതല്ല, പിന്നീട് ഇങ്ങോട്ട് വരുന്നതോറും ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കുകയും അറിയുകയും അല്ല ചെയ്യും. പിന്നീട് ഇങ്ങോട്ട് വന്ന കമന്റ് അത് നെഗറ്റീവ് എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു വേയിൽ എടുക്കാൻ തുടങ്ങിയതിനു ശേഷം അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അങ്ങനെ ഒരു വിഷമവും പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ല ഇതിപ്പോ നമുക്ക് മാത്രമല്ല വളരെ ഫേമസ് ആയിട്ടുള്ള പല യൂട്യൂബ് ബ്ലോഗേഴ്സിന്റെ കമന്റ് ബോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് കോമൺ തന്നെയാണ്. നമ്മുടെ ഒരു സമൂഹത്തില് എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുമില്ല. പല എന്താ പറയാ താല്പര്യങ്ങളുള്ളവരുണ്ടാവും, പല ക്രൈറ്റീരിയയിലുള്ളവർ, പല ചിന്താഗതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, അതെ പല രീതിയിലുള്ളവരാകുമ്പോൾ നമുക്ക് എന്താ പറയാ എല്ലാ ആൾക്കാർക്കും ഒരാളെ സ്നേഹിക്കണം നമ്മൾ ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ പറയാമല്ലോ. ഓരോന്നും അവരുടെ താല്പര്യമാണ്. അതെ അതെ അതെ. അതുപോലെ തന്നെ ഞാനിപ്പോ പറഞ്ഞ നെഗറ്റീവ് എന്നുള്ളത് എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും പപ്പയ്ക്കും നേരെയും ഉണ്ടായിട്ടുണ്ട് ശരിക്കും. അല്ലേ അമ്മ? എല്ലാവരുടെയും ആ ഒരു വീഡിയോസിൽ ഈ പറഞ്ഞ രീതിയിൽ അല്ല, ഞാനും രമ്യയും കൂടെ ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെ ചിലരിങ്ങനെ കമന്റ് ഇടാറുണ്ട്. നമ്മളതൊന്നും കാര്യമാക്കാറില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങള് 7ാം ക്ലാസ് വരെ പഠിച്ചവര്. അപ്പൊ അതില് എല്ലാവരും നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യും. അപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വീഡിയോസും ഇതെല്ലാം ഗ്രൂപ്പിനകത്തോട്ട് ഇടുമ്പോൾ അവര് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും, എന്തുകൊണ്ട് സെലിന്റെ ഡാൻസ് കാണാനില്ല, ഞങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, മോളത് കണ്ടില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം പിന്നെ പുതിയത് ഞാനിങ്ങനെ ഇടുമ്പോഴത്തേക്കും അവര് കണ്ടിട്ട് ഉടനടി അതിനെ സപ്പോർട്ട് ചെയ്യുകയും വീണ്ടും വീണ്ടും നാളെ ഇനി എന്താണ് കൊണ്ടുവരുന്നതെന്ന് അവര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരിൽ നിന്നൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കിട്ടുമ്പോൾ തന്നെ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇനിയും ചെയ്യണം. ഈ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബേഴ്സിന്റെ സൈഡിൽ നിന്നായാലും ഡെയിലി നമ്മുടെ ഒരു വ്യൂ കൗണ്ട് കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്തുമാത്രം ആൾക്കാർ നമുക്ക് അത് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത്രയും വെച്ച് പറയുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയാ പല ആൾക്കാർ സ്ഥിരം കാണുന്നവരുണ്ട്. കാരണം ചില വീഡിയോസ് നമ്മള് ഡെയിലി 6 മണിക്കാണ് വീഡിയോ ഇടുന്നത്. ഡെയിലി ഈവനിങ് 6 മണിക്കാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ ആ ഒരു സമയം നമ്മളൊരു 6:30-7 മണി ആകുമ്പോൾ തന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു കൗണ്ട് ഓൾറെഡി അതിനകത്ത് വന്നിട്ടുണ്ടാവും പല വീഡിയോസ്. പിന്നെ അത് നല്ല രീതിയിൽ നമ്മളിപ്പോ കൊണ്ടുപോകുന്നത് അതെ സപ്പോർട്ടുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയാലും കൊളീഗ്സ് ആയാലും ഇങ്ങനെ വീഡിയോസ് ഇടുന്ന സമയത്ത് ചിലർ പറഞ്ഞു തരാറുണ്ട്, നിങ്ങൾ ആ വീഡിയോ അത്ര പോരായിരുന്നു, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന കുറെ ആൾക്കാര് നമ്മുടെ ഇടയിലുണ്ട്. ഈ ഒരു ജേണിയിൽ ശരിക്കും പറഞ്ഞാല് ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു എല്ലാരും. എന്തായാലും ഈ 10K സബ്സ്ക്രൈബേഴ്സ് എത്തിച്ച എല്ലാവർക്കും ഏത് സ്കൂളിലാ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അഞ്ചാമത്തെ ഫാമിലി മെമ്പർ വന്നിട്ടുണ്ട്. മൈക്ക് പിടിക്കും പറയും. എന്തൊക്കെയാണ് പറയാനുള്ളത് പറഞ്ഞോളൂ. നിങ്ങൾ ക്യാമറയുടെ ഫ്രണ്ടിലാണോ ബാക്കിലല്ല? ഓക്കെ പറഞ്ഞു. ഞാൻ പ്രീ കെജിയിലാണ് പഠിക്കുന്ന. കുഞ്ഞിന്റെ പേര് അഖിൽ. ഫുൾ നെയിം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് പേര്. സ്കൂളിന്റെ പേര് പറഞ്ഞേ. ഓക്കെ. കുഞ്ഞിന്റെ ഫ്രണ്ട്സ് ഒക്കെ ആരൊക്കെയാന്ന് അവർക്ക് പറഞ്ഞോട്ടെ. I am from Savusa. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ മാത്രം. അപ്പം ഈ പറഞ്ഞതുപോലെ ഇതാണ് ഞങ്ങൾ ഇതിൽ ഈ പറഞ്ഞ അതെ ഫാമിലിയാണ്.
കുഞ്ഞൊരു വ്ലോഗാണ്. അപ്പോ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എനിക്കൊന്ന് ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. കാരണം അതാണ് വലുത്. ഈ എന്താ പറയാ, നിങ്ങളെ പോലുള്ള ഓരോ വ്യൂവേഴ്സിന്റെയും ആ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഹേനു അവന്റെ ആൾക്കാരെ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രല്ല, ചിലപ്പോ എനിക്ക് ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് തോന്നുമായിരുന്നു, പലരുടെയും വീഡിയോസ് കാണുമ്പോൾ തോന്നും എനിക്ക് അങ്ങനെ സാധിക്കൂ ചെയ്യാൻ, എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലോട്ട് കടന്നതിന് ശേഷം നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിച്ച, നമ്മൾ ശ്രമിച്ച, നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ആത്മാർത്ഥമായിട്ട് നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫലം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും മുന്നോട്ട് പോയത് ഈ ചാനല്. അപ്പോ മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട്, ഇപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സോ ഇനിയും മുന്നോട്ടുള്ള നിങ്ങളുടെ ജേർണിയില് നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവണം. എല്ലാവർക്കും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ കമന്റായും സജഷൻസ് ആയും എല്ലാ രീതിയിലും, ലൈക്കായും ഷെയർ ആയും എന്ത് രീതിയിൽ അതെ എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോ വേറെ ഇനി ഞങ്ങളെ പറ്റി ഒന്നും പറയില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഞങ്ങളെ പറ്റി എന്തറിയണം, ഡയറക്ടർ വന്നിട്ടുണ്ട്. ഇനി വീഡിയോ ഡയറക്ടറാണ്. അതെ, ഓക്കെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ വളർന്നു വരുന്ന ഒരു യുവ വ്ളോഗർ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഇനി നമ്മളെ എന്താ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതാണ്. അതെ, കൂടുതൽ നല്ല നല്ല വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഈ പറഞ്ഞതുപോലെ കുറച്ച് രണ്ടുപേരും വർക്ക് ചെയ്യുവാണ്. അപ്പൊ അതിനിടയിൽ നമുക്ക് കിട്ടുന്ന സമയപരിധിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, ഇപ്പൊ ഒരു പാഷനാണ്, ആ പാഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പൊ കരിയർ ആണ്. അപ്പൊ രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ടൈമും കാര്യങ്ങളും എല്ലാം വേണ്ടി വരും. അല്ല, നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം, നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക. നമ്മൾ മാക്സിമം അത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോ എല്ലാവരും ഒന്നുകൂടെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോ നമ്മളെ ഫോളോ ചെയ്യുക പ്രോപ്പറായിട്ട്. ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥനയും വിശ്വസും ഈ പറഞ്ഞതുപോലെ വിമർശനവും എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോ എല്ലാവർക്കും എന്താ പറയാ, ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ബൈ.